ഒരു അസുഖം പിടിപെട്ടാൽ നമ്മൾ പലരും പെട്ടെന്ന് ചികിത്സ തേടാറുണ്ട്. എന്നാൽ അതേസമയം മനസ്സിന് അസുഖം വന്നാലോ? ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. മാനസിക പ്രശ്നങ്ങൾ കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ തേടാതെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നവർ ധാരാളമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ പ്രസക്തിയേറുന്നത്. ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജെൻസി പിള്ളേരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ജെൻസി കാലഘട്ടത്തിന് മാനസികാരോഗ്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ധാരണയുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഡിപ്രഷനെ കുറിച്ചാണ്. വളരെ സെൻസിറ്റീവ് വ്യക്തിത്വമുള്ള ആളുകൾക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ഡിസോർഡർ, PTSD, അഗോറോഫോബിയ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ലണ്ടനിലെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരുന്നു. ആഗോള ജനസംഖ്യയുടെ ഏകദേശം 31% പേരും സെൻസിറ്റീവ് ആണെന്നും മാനസിക രോഗ സാധ്യത കൂടുതലാണെന്നും 33 പഠനങ്ങളെ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യങ്ങളാവാം ആളുകളെ സെൻസിറ്റീവ് ആക്കുന്നത്. പാരന്റിങ് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളും വഴക്കുകളും മാനസികാരോഗ്യത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ്. ഓരോ മനുഷ്യനും വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ചിന്തകളെ പിന്നീട് അങ്ങോട്ട് സ്വാധീനിക്കുന്നത്. മാതാപിതാക്കൾ ടോക്സിക് ആണെങ്കിൽ അത് കുട്ടികളുടെ വ്യക്തിത്വത്തെയും ബാധിക്കും. ഇത് വളർന്നു വരുന്ന കുട്ടികളെ മാനസിക പ്രശ്നങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറ ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ടോക്സിക് റിലേഷൻസ് ഉൾപ്പെടെ ഓവർ തിങ്കിങ്, ഡിപ്രഷൻ ഇതെല്ലാം ജെൻസി തലമുറയുടെ ട്രെൻഡിങ് ടോപ്പിക്കുകളാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ചെറിയ ലക്ഷണങ്ങൾ ശരീരം കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഉറക്കക്കുറവ്, അമിതമായ ടെൻഷൻ, ജോലിയിൽ ശ്രദ്ധ കിട്ടാതാവുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് മനഃശാസ്ത്ര വിദഗ്ധനെ സമീപിച്ച് ചികിത്സ തേടിയാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ പരിഹരിക്കാൻ കഴിയും.